പവിത്രത്തിൽ വിക്രം ഓർമ്മയാവുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയട്ടോ. അതായത് വേദയും വിക്രവും രണ്ടായി മാറിയിരിക്കുകയാണല്ലോ. വിക്രത്തിന് വേദയെ കാണാത്തതിൻ്റെ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പ്രേക്ഷകർക്ക് കാണാനായിട്ട് സാധിക്കും. ജയിലിൽ വിക്രം വേദ എവിടെയാണ്, വേദ എങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നറിയാത്തതിൻ്റെ നല്ല വിഷമത്തിലാണ് വിക്രമെന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ വേദയാണെങ്കിലോ തൻ്റെ ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ താൻ ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം, ഭൂമിയിലേക്ക് കൊണ്ടുവരണം, തൻ്റെ കൂടെ ആരുമില്ല എന്നൊരു തോന്നൽ വേദയ്ക്കുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. കൂടാതെ വിക്രത്തിൻ്റെ ആലോചന, വിക്രത്തിൻ്റെ ഓർമ്മകളിൽ വേദയും മുഴുകിയിരിക്കുന്നുണ്ട്. അതായത് വിക്രം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ധൈര്യമായിട്ട് തൻ്റെ നാട്ടിൽ തന്നെ തനിക്ക് ജീവിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നു. വെറുതെ ആവശ്യമില്ലാതെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. തനിക്ക് നാട് വിട്ടു പോവേണ്ട ആവശ്യമോ സാഹചര്യമോ ഒന്നും വരില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന നമ്മുടെ വേദയെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ വിക്രം തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പലതവണ അവർ വരുമ്പോഴും ചോദിക്കുന്നുണ്ട് വേദയെക്കുറിച്ച് വല്ല വിവരവും ലഭിച്ചോ, അവൾ എവിടെയാണെന്നറിഞ്ഞോ, കണ്ടോ എന്നൊക്കെ. അപ്പോഴും അവരാണെങ്കിൽ ഇല്ല മോനെ, അവൾ ഇതുവരെയും ഞങ്ങൾ വിളിച്ചില്ല, ഞങ്ങൾ കുറേ അന്വേഷിച്ചു, നീ ജയിലിലായതിനു ശേഷം അവളെ കണ്ടിട്ടില്ല, അവളുടെ ഒരു ഫോൺ കോൾ പോലും വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ വിക്രം ആകെ സങ്കടപ്പെടാനായിട്ടൊരുങ്ങുന്നത് കാണാൻ കഴിയും. വേദ വിക്രം കൂടെയുണ്ടെന്ന് അറിയാനായിട്ട്, കൂടെയുണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് വിക്രത്തിൻ്റെ ഫോട്ടോയിൽ നോക്കിയിരിക്കുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് കൂട്ടുകാരെ.